നാട്ടിൽ പോയിട്ടുള്ള വിശേഷത്തിൻ്റെ അടുത്തൊരു ചെറിയൊരു എപ്പിസോഡാണിത്. പിന്നെയുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഫാമിലി എല്ലാവരും നമ്മൾ മീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഹോട്ടലിൽ പോയി നമുക്കിഷ്ടപ്പെട്ട ഫുഡെല്ലാം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം നമ്മുടെ പള്ളിയുടെ യൂണിറ്റിൻ്റെ വാർഷികമായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് പോയി വൈകുന്നേരം. നല്ല രസമായിരുന്നു. നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും എല്ലാവരെയും മീറ്റ് ചെയ്തു, പരിപാടികളെല്ലാം കണ്ടു. കഴിഞ്ഞ വട്ടം വന്നപ്പോഴും നാട്ടിൽ വന്നപ്പോഴും എനിക്ക് യൂണിറ്റിൻ്റെ വാർഷികം മിസ് ചെയ്തില്ല. കാരണം അതേ സമയത്ത് തന്നെയായിരുന്നു യൂണിറ്റിൻ്റെ വാർഷികം. അപ്പോൾ അത് രണ്ടും കൂടാൻ പറ്റി. 2 വർഷം അടുപ്പിച്ച് ഞാൻ ആ പരിപാടി കൂടി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വളരെ ക്ലോസ് റിലേറ്റീവായ രജിച്ചേട്ടൻ്റെ ഒരു ചെറിയൊരു ടോക്ക് ഉണ്ടായിരുന്നു. രജിച്ചേട്ടൻ ഒരു ഓർത്തോ സർജനാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് ടോക്കായിരുന്നു. പ്രായമാകുമ്പോൾ വരുന്ന വേദനകളും നമ്മൾ അതിനെങ്ങനെ എക്സസൈസ് ചെയ്യണം, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്ഥിരം പാട്ട്. പണ്ടൊക്കെ യൂണിറ്റിൻ്റെ വാർഷികത്തിന് എൻ്റെ പാട്ട് സ്ഥിരമായിരുന്നു. പിന്നെ നമ്മൾ ഓസ്ട്രേലിയയിലോട്ട് മാറിയ പിന്നെ കുറവായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് ഭാഗ്യത്തിന് പരിപാടി കൂടാൻ പറ്റി. അപ്പോൾ ഇപ്രാവശ്യവും പോയി പാടാൻ പറ്റി. വളരെയധികം സന്തോഷം. ഒത്തിരി കാലത്തിന് ശേഷം പിന്നെയും പാടുന്നത്, എന്നാലും ഒരു സന്തോഷം. പണ്ടൊക്കെ ചെറുപ്പത്തിൽ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു, പാട്ട് തെറ്റുക അങ്ങനെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങനെ കയറി പാടിക്കഴിഞ്ഞ് നമുക്കതങ്ങ് ശീലമായി. അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊക്കെ ആരെങ്കിലും കയറാൻ മടിയുള്ളവരുണ്ട്, കയറിയാലേ നമുക്ക് ആ പേടി പോവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പപ്പയുടെ ഒരു ക്വിസ് ഉണ്ടായിരുന്നു, ജനറൽ ക്വിസ്. സാധാരണ പപ്പയാണ് ജനറൽ ക്വിസ് നടത്താറ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം ഞാൻ ഞവര ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വാസ്ഥ്യ ആയുർവേദിക് ക്ലിനിക്കിൽ പോയെ. പാലക്കാട് ചന്ദ്രനഗറാണ് ഈ ക്ലിനിക്ക് ഉള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു ക്ലിനിക്കാണ്, പക്ഷെ സർവീസ് പറയാതെ വയ്യ കേട്ടോ. ഞാനൊരു അടുപ്പിച്ച് 3-4 സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞവര ഫേഷ്യൽ. നല്ല സർവീസാണ്. അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറയും നമുക്ക് എത്ര സിറ്റിങ് വേണം എന്നുള്ളത് ഡോക്ടർ പറയും. അപ്പോൾ അതനുസരിച്ചാണ് ഞാനത് എടുത്തത്. നല്ല സർവീസായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല ഗ്ലോ ഒക്കെ തോന്നി കേട്ടോ. ഇത് കൂടാണ്ട് ഞാൻ അഭ്യംഗം ഫുൾ ബോഡി മസാജൊക്കെ ചെയ്തായിരുന്നു. ഒരു നല്ല സുഖമായിരുന്നു. ദേഹത്തിനൊക്കെ നല്ല ഉണർവൊക്കെ കിട്ടി. ഈ ആയുർവേദ ഫേഷ്യൽ ചെയ്യണമെന്ന് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലോട്ട് വരുമ്പോൾ തന്നെ വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ലൊരു ക്ലിനിക്ക് അതിന് കിട്ടി. ഈ ഫേഷ്യൽ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പല പരിപാടിക്ക് പോയപ്പോഴും ഒത്തിരി പേരോട് ചോദിച്ചു കേട്ടോ, എന്തോ ഒരു ഗ്ലോ ഉണ്ടല്ലോ. സംഭവം ഇതാണ്, കെമിക്കലില്ലാത്ത നമ്മുടെ നല്ല തനതായ ഞവര ഫേഷ്യൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പാലക്കാടുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുന്നു കേട്ടോ. സ്വാസ്ഥ്യ ക്ലിനിക്ക്, ചന്ദ്രനഗർ, പാലക്കാട്. ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഫേഷ്യൽ മാത്രമല്ല എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ അന്നത്തെ ഫേഷ്യൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. പിന്നെയും ഫുഡ് നല്ല ചോറും ബീഫ് ഒലത്തിയതും സാമ്പാറും പിന്നെ കോവയ്ക്ക നമ്മുടെ വീട്ടിലുണ്ടായത് കേട്ടോ. അമ്മയുടെ അധ്വാനമാണത്. പിന്നെ നല്ല മോര് കാച്ചിയതും പപ്പടവും അച്ചാറും പിന്നെ നമ്മുടെ നീലവെള്ളം ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, ശംഖുപുഷ്പം ഇട്ടുണ്ടാക്കിയ വെള്ളമാണത്. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. പപ്പ അവിടെ പഴയ ഏതോ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ വരുമ്പോൾ രസമല്ലേ അല്ലേ, നമ്മുടെ പഴയ സിനിമയും നമ്മുടെ പഴയ രീതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലങ്ങനെ വെറുതെ മടി പിടിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അശ്വിൻ വന്നിട്ടുണ്ടായിരുന്നേ. അശ്വിന് ബോംബെക്ക് പോകണമായിരുന്നു. അശ്വിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു മീറ്റപ്പ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാലക്കാട് നിന്ന് കയറി പോകാനാണ് വന്നത്. അപ്പോൾ പാലക്കാട് നിന്ന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂർ എത്തും. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്നാണ് അശ്വിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കയറ്റി വിടാൻ വേണ്ടി വന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല കോയമ്പത്തൂരിൽ നല്ല വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. കണ്ടോ, ഗീ പൊടി ഇഡ്ഡലി. അത് ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടോ കഴിക്കുന്നത്. കണ്ടോ എൻ്റെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം ഫിൽറ്റർ കോഫി. പ്രത്യേകിച്ച് കോയമ്പത്തൂരൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിൽറ്റർ കോഫി കുടിക്കാതെ എവിടെ പോകാറാണ്. അങ്ങനെ ഞങ്ങൾ അശ്വിനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അശ്വിന് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. നേരെ കോഴിക്കോടിനായിരിക്കും. ഞാനും കോഴിക്കോടിന് പോകും. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് എറണാകുളം പോകണം. പിന്നെ അടുത്ത വീഡിയോ എറണാകുളത്തിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.